ഹലോ ഹായ്, ഞാൻ ഉണ്ണീകൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 65ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ശ്രീ ശരവണ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ. ശ്രീകണ്ഠേശ്വര അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ആർക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 8 മണി അടുപ്പിച്ചായിട്ടാ. അപ്പോഴും അമ്പലത്തിൽ ശിവേലിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അകത്ത് കയറി ഒന്ന് തൊഴുതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു വിശപ്പടിച്ചു കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ശരവണ ഭവനിൽ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ കയറിയത് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ ഫുഡിൻ്റെ വ്ളോഗ് ചെയ്തിട്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പഴയ സപ്പോർട്ട് തരിക. ഫുഡിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. കുറച്ചും കൂടെ വീഡിയോ വരാനുണ്ട്. കടകളൊക്കെ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ശരവണ ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. അധികം വലിയ കടയൊന്നുമല്ല കേട്ടോ, കുഞ്ഞു കടയാണ്. ഏകദേശം 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര സ്പേസ് മാത്രമേ ഉള്ളൂ. ഓപ്പൺ കിച്ചണാണ്. നമുക്ക് കാണാൻ തന്നെ പറ്റും ഫുഡെല്ലാം മേക്ക് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ ശരവണ ഭവന് ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കിച്ചണിലാണ് കേട്ടോ ഫുഡുകളെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിട്ട് അതത് ഔട്ട്ലെറ്റുകളിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാ ഹോട്ടലുകളുടെയും ഫുഡിന് ഒരേ രുചിയായിരിക്കും കേട്ടോ. എൻ്റെ പേര് ശങ്കറാണോ. ഞാൻ ഇവിടെ ഈ കട തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലമായിട്ട് ഈ സ്ഥാപനം നടത്തുന്നത്. ഈ സ്ഥാപനത്തെ ഉടമസ്ഥ ഞാനല്ല, ഈ കട നടത്തുന്നത് മാത്രമേ ഞാനാണോ. രാവിലെ 5:30 മണിക്ക് ഓപ്പൺ ചെയ്യും. രാവിലെ 5:30 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ രാവിലെ ചായ കടി മാത്രം ഉണ്ടാവും. പിന്നെ 7 മണിക്ക് ശേഷം തൊട്ട് അപ്പം, ഇടിയപ്പം, ദോശ, മസാല ദോശ, ഗീ റോസ്റ്റ്, ചപ്പാത്തി, പൂരി അങ്ങനെ ഐറ്റങ്ങളെല്ലാം ഉണ്ടാവും. ഉപ്പുമാവ് ഉണ്ടാവും, പൊങ്കലുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഉപ്പുമാവും പൊങ്കൽ സ്പെഷ്യലാണ്. കൊള്ളാവും, നല്ല തമിഴ്നാട് രീതിയിലുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ്. ഊണുണ്ടാവും. ഉച്ചയ്ക്ക് ഊണ് കൂടിയ കാപ്പി കുടിക്കുന്ന ആൾക്കാർക്ക് കാപ്പി ഉണ്ടാവും. ദോശ, മസാല ദോശ, ചപ്പാത്തി അതുപോലെ ഐറ്റങ്ങളുണ്ടാവും. അപ്പോൾ രാവിലെ 5:30 മണിക്ക് തുടങ്ങിയാൽ നൈറ്റ് 9 മണിക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ അവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കലാണ്. അത് രാവിലെ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വേറൊരു ദിവസം വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 2 ഐറ്റംസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നെയ്റോസ്റ്റും അതുപോലെ തന്നെ പൂരി മസാലയാണ്. അവരുടെ മെനു എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൽ റേറ്റ് ഇടാത്തതെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടാൻ പോകണം. അതുകൊണ്ടാണ് റേറ്റ് ഒന്നും വയ്ക്കാത്തത്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ എല്ലാം കിട്ടും. ഉച്ചയ്ക്ക് ഊണുമുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട്. പൂരി മസാല, നെയ്റോസ്റ്റ്, രസവട, കടലക്കറി, അങ്ങനെയെല്ലാം ഉണ്ട്. പൊടി മസാല ദോശയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 1-2 ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൂരി മസാല കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൂരി മസാല ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ മസാല ദോശ ഒഴിവാക്കിയിട്ട് നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. എല്ലാ മസാലയും കൂടെ കഴിച്ചാൽ രാത്രി പണി കിട്ടും. എനിക്ക് 2-3 ദിവസം മുമ്പ് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഗ്യാസൊക്കെ കയറിയിട്ട്. അപ്പം ഇവിടുത്തെ ഈ 2 ഐറ്റംസ് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ലൈറ്റായിട്ടൊരു ഡിന്നർ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സ്പെഷ്യൽ നെയ്റോസ്റ്റും അതുപോലെ തന്നെ പൂരി മസാലയാണ്. ഞാൻ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സെറ്റ് 3 വരുന്നത്. ഈ ഒരു സെറ്റ് പൂരി മസാലയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 രൂപയാണ്. അതുപോലെ തന്നെ നെയ്റോസ്റ്റിൻ്റെ റേറ്റ് വരുന്നത് 73 കേട്ടോ. ഇത് ഞാൻ ഇന്ന്, അതായത് 13-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. ഈ 13-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിലയിൽ ചെറിയ വ്യത്യാസം വരും. അധികം വിശപ്പൊന്നുമില്ല. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു പൂരി പറഞ്ഞത് കേട്ടോ. അപ്പോൾ നെയ്റോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള നെയ്റോസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് പിന്നെ കൊണ്ടുവരുന്ന ആ ഒരു ഭംഗിക്കാണ്. നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒടിച്ച് മടക്കിയല്ലേ കഴിക്കുന്നത്. ഒടിച്ച് മടക്കി ഞാൻ വെച്ചു. ചെറിയ വാഴയിലയിലാണ് അവർ അത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അത് തന്നെ കാണാൻ രസമുണ്ട്. കുഞ്ഞു കടയാണെങ്കിൽ അവർ ഒരുപാട് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കാം. വിശപ്പ് അധികമില്ല. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സാമ്പാർ തന്നെ ടേസ്റ്റ് ചെയ്താൽ. സാമ്പാറാണ് നമ്മുടെ മെയിൻ ഒരു കറിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ നമുക്ക് പൊതുവെ ഇഷ്ടമാണ്. റെസ്റ്റോറൻ്റ് ആയിരുന്നാലും മസാല ദോശയാണ്, സാമ്പാർ അടിപൊളിയാണ്. ശേഷം ചമ്മന്തിയായിട്ടൊന്ന് കഴിച്ചു നോക്കാം. സാധനങ്ങൾക്ക് എല്ലാം വില കൂടുകയാണ്. എന്ന് വെച്ചാൽ ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന തേങ്ങയ്ക്ക് തന്നെ ഇപ്പോൾ 1 കിലോയ്ക്ക് 75 സംതിങ് ആണ്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കാറുണ്ട്, നമുക്കറിയാം കറക്റ്റായിട്ട്. വില കൂടുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. പൊതുവെ എല്ലാ കടകളിലും ഫുഡിൻ്റെ ഐറ്റംസിനെല്ലാം വില കൂടുകയാണ്. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം കാണുന്ന റേറ്റല്ല ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴുള്ളത്. എല്ലാത്തിനും വില കൂടുതലല്ലേ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങയ്ക്ക് തന്നെ ഞാൻ 35 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടത് ഇപ്പം തേങ്ങ 1 കിലോ 75 രൂപയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് കൂടും, അത് സ്വാഭാവികമാണ്. സാമ്പാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല സാമ്പാറാണ്. ഈ സാമ്പാർ എന്തായാലും എല്ലാ കടയിൽ പോയി കഴിച്ചതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെറിയ 2 ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സാമ്പാറും ഈ ഒരു നെയ് റോസ്റ്റും അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നെയ് റോസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റെഡ് ചമ്മന്തി ഇങ്ങനെയുണ്ട്, തീർന്നു പോയി, അതാണ് എനിക്ക് കിട്ടാത്തത്. അപ്പോൾ 3 ഐറ്റം കറികളാണ് അവർ ഈ ഒരു നെയ് റോസ്റ്റിൽ സെർവ് ചെയ്യുന്നത്. നെയ് റോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. അപ്പം പൂരി മസാല സെറ്റിൽ ഞാൻ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിക്കാം നമുക്ക്. ചെറിയ ചൂടേ ഉള്ളൂ, കുറച്ച് സമയം കൊണ്ട് വച്ചിട്ട്. അപ്പം 3 എണ്ണം വരുന്നതാണ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3 സെറ്റ് പൂരിക്ക് 63 രൂപയാണ്. അതിലൂടെ നമുക്ക് ചമ്മന്തിയും അവരുടെ ഒരു മസാലയും കൂടെ ഉണ്ട്. അപ്പം ഇതുകൂടെ ഒന്ന് കഴിക്കാം. ലൈറ്റായിട്ടൊരു ഡിന്നറാണ് കഴിക്കുന്നത്. അമ്പലത്തിലും പോയി ഒന്ന് തൊഴുതിന് ശേഷമാണ് ഇവിടെ വന്നത്. അപ്പം അവരുടെ മസാല തന്നെ ആദ്യം കഴിച്ച് നോക്കാം. മസാല കൊള്ളാണ് കേട്ടോ. ഇന്ന് രാത്രിയാണ്ട് ഗ്യാസിൻ്റെ ഐറ്റംസ് ഞാനിപ്പോൾ വളരെ കുറച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ എനിക്ക് ചെറിയൊരു പണി കിട്ടി, ഗ്യാസൊക്കെ കയറി ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എന്തായാലും നല്ലൊരു ലൈറ്റായിട്ടുള്ള ഡിന്നർ കഴിച്ചു. കൊള്ളാം, നെയ് റോസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. പൂരി മസാല ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ, അത് മതി കേട്ടോ. വേറെ ഇപ്പം തന്നെ ഡമ്മായിട്ടുണ്ട്. മസാല കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ പൊടി ദോശ, പൊടി മസാല ദോശയൊക്കെ ഉണ്ട്. ഇഡ്ഡലി രാവിലെ മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് വന്നാൽ ഊണ് കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് അവർ ടിഫിൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ഉച്ചയ്ക്ക് ടിഫിൻ അവർ തരും. വളരെ ചെറിയൊരു കടയാണ്. അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ്. നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂരി ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനുണ്ട്, ഞാൻ മിക്കവാറും ഇങ്ങനെ കഴിക്കാറുണ്ട്. ഈ ചില കടകളിൽ സലാഡ് കൂടെ കിട്ടും. അപ്പോൾ ഗ്യാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൂരി ചമ്മന്തി കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കടയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമല്ലോ. ഒരു കോഫി കൂടെ കുടിച്ച് നമുക്കൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ എവിടെ പോയാലും അവസാനം കോഫി കുടിക്കുന്ന ഒരു ശീലമാണല്ലോ എല്ലാവർക്കും. ഞാൻ അധികം ഇപ്പോൾ ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ മാത്രമേ ഞാനൊന്ന് കഴിക്കാറുള്ളൂ. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കടുപ്പത്തിലാണ്. മധുരം കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് മധുരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം പഞ്ചസാരയും കഴിക്കാറില്ല. ഇങ്ങനെ കോഫി കുടിക്കുമ്പോൾ ചെറിയൊരു മധുരം വേണമല്ലോ. അടിപൊളി കോഫി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കാണാൻ മറക്കണ്ട. കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഫുഡ് വീഡിയോ അല്ല, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഒരു സ്റ്റേ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ. ശ്രീ ശരവണ ഭവനില്ല, നമ്മുടെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ ലൈറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഇത്ര ലൈറ്റായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റും. കൊച്ചു കടയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും